വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസാണ്. മക്കളെ, മാറ്റർ ഇന്നർ സറൗണ്ടിങ്സ് എന്ന ചാപ്റ്റർ നമ്മൾ നന്നായി തന്നെ പഠിച്ചു അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 5 NCERT ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ ചാപ്റ്ററിന്റെ കോർ ടോപ്പിക് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം അതിലെ കോണ്ടന്റ്സ് ഒക്കെ സെറ്റായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു. നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. ഇത് സ്ഥിരമായിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ടു സെൽഷ്യസ് സ്കെയിലിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ്. മക്കളെ, കെൽവിൻ സ്കെയിലിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? കെൽവിൻ സ്കെയിലിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനോട് -273 ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കെൽവിൻ സ്കെയിലിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്നും നമ്മൾ 273 മൈനസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേത് തന്നിരിക്കുന്നത് ആരെയാണ്? 360 കെൽവിൻ ആണ് അല്ലെ? അപ്പൊ 360യിൽ നിന്നും നമ്മൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 273 മൈനസ് ചെയ്യണം അല്ലെ? അപ്പൊ 273നോട് എത്ര കൂട്ടിയാലും നമുക്ക് 300 കിട്ടാം. നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം, വളരെ നിർബന്ധമായിട്ടും. അപ്പൊ 273നോട് ഒരു 27 കൂട്ടിയാൽ 300 ആവും. 300 + 60 ആണ് 360 അല്ലെ? അപ്പോ 60 + 27 87 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി 473 ആണ് മക്കളെ. 473 കെൽവിൻ എങ്ങനെയാ നമ്മൾ മാറ്റാ? സിമ്പിൾ. 473 - 273 ചെയ്താൽ മതി. എത്ര കിട്ടും? 473യിൽ നിന്ന് 273 മൈനസ് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്, 200 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ കൺവേർഷൻ ഓൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MCQ ആയിട്ട് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ നിങ്ങളോട് ചോദിക്കാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് നമ്മളോട് ചോദിക്കും. ഓക്കെ, അതായത് 2 രീതിയിലാണ് കൺവേർഷൻ നടക്കുക. ഒന്ന് കെൽവിനിലെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ, അതല്ല എങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലേക്ക് ആക്കാൻ ഇതേപോലെ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് അതിനെ കെൽവിനിലേക്ക് ആക്കാൻ പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള ടെമ്പറേച്ചറിനോടൊപ്പം നമ്മൾ 273 ആഡ് ചെയ്യണം. അപ്പൊ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറായി. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഒന്നാമത് തന്നിട്ടുള്ളത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, ശരിയല്ലേ? അപ്പൊ 25നോട് നമ്മൾ എന്താ മക്കളെ ചെയ്യേണ്ടത്? 25നോട് 273 കൂട്ടണം, ശരിയല്ലേ? 270ഉം 20ഉം 290. 290 + 8 298 കെൽവിൻ എന്ന് കിട്ടും. അതായത് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ ആണ്. ഇനി അടുത്ത ആളാരാ? 373 അല്ലെ? 373 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 373നോട് ഒരു 273 ആഡ് ചെയ്യണം. ഇതെങ്ങനെ നമുക്ക് ചെയ്യും? ആദ്യം നമുക്ക് 300ഉം 200ഉം കൂട്ടാം. 500 ആയി. 70 കൂട്ടിയാൽ 140 ആയി. അപ്പോൾ 640 ആയി. 3 + 3 6. അതായത് 646 കെൽവിൻ എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യങ്ങളും എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുക. കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ 273 നമ്മൾ മൈനസ് ചെയ്യുന്നു. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ 273 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സെറ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഗിവ് എ റീസൺ ഫോർ ദ ഫോളോയിങ് ഒബ്സർവേഷൻ ആണ്. നാഫ്തലിൻ ബോൾസ് ഡിസപ്പിയർ വിത്ത് ടൈം വിത്തൗട്ട് ലീവിങ് എനി സോളിഡ്. നമ്മുടെ വീട്ടിലെ നഫ്തലിൻ നമുക്കറിയാം, നമ്മുടെ വാഷ് ബേസിലൊക്കെ ഇടുന്ന ആളാണല്ലേ, പാറ്റ ഗുളിക. ഇയാളെ ഇട്ട് കഴിയുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ അയാൾ ഡിസപ്പിയർ ആയി പോകുന്നു. പക്ഷെ അയാളെ ലിക്വിഡ് ആയിട്ടോ പിന്നെ അയാളെ സോളിഡ് ആയിട്ടോ ഒന്നും നമ്മൾ കാണാറില്ല. ഇതിന്റെ റീസൺ എന്താ? നാഫ്തലിൻ, ക്യാംഫർ, അമോണിയം ക്ലോറൈഡ് ഇവരൊക്കെ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്താ? ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോപ്പർട്ടി ഏതാ മക്കളെ? യെസ്, സബ്ലിമേഷൻ അല്ലെ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നാഫ്തലിൻ ബോൾ ഇവഞ്ച്വലി ഡിസപ്പിയർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ സബ്ലിമേഷൻ ആണ്. ചിലപ്പോൾ നാഫ്തലിൻ തരാം, കർപ്പൂരം തരാം, ക്യാംഫർ തരാം, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് തരാം. ഇവരൊക്കെ സബ്ലിമബിൾ ആണ്. അടുത്തത്, വി ക്യാൻ ഗെറ്റ് ദ സ്മെൽ ഓഫ് പെർഫ്യൂം സിറ്റിംഗ് സെവറൽ മീറ്റേഴ്സ് അവേ. പെർഫ്യൂംസ് മാത്രമല്ല, ബിരിയാണി, ഫുഡ് കുക്ക് ചെയ്യുന്നതിന്റെ ഒക്കെ മണം നമുക്ക് വരാറില്ലേ? അതിന്റെ റീസൺ എന്താ? അവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുക അല്ലെ? അപ്പൊ എയറിന്റെ പാർട്ടിക്കിളുമായിട്ട്
ഇന്റർമിക്സ് ചെയ്തു. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്താ വിളിക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫിനോമിനൻ ആണിത്. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് വിളിക്കാം. ഡിഫ്യൂഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് പെർഫ്യൂമിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്, ബിരിയാണിയുടെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ഓർമ്മയില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫിനോമിനൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ. ഇതെന്താ ഞാൻ ബോർഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളതെന്ന് അറിയോ? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ മക്കളെ? ഒന്നാമത്തെ ഫാക്ടർ നമുക്ക് പറയാം, അത് ടെമ്പറേച്ചർ ആണ് അല്ലേ? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവാപ്പറേഷന്റെ റേറ്റും കൂടും, ശരിയല്ലേ? രണ്ടാമതായിട്ട് നമുക്ക് പറയാം സർഫസ് ഏരിയ, ശരിയല്ലേ? സർഫസ് ഏരിയ, തുണി നന്നായിട്ട് വിരിച്ചിട്ടാൽ വേഗത്തിൽ ഉണങ്ങും. അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷന്റെ റേറ്റും കൂടുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാം, എന്താ പറയാ? മൂന്നാമതായിട്ടുള്ളത് ഏതാ? വിൻഡ് സ്പീഡ് ആണ് കേട്ടോ. വിൻഡ് സ്പീഡ്, കാറ്റിന്റെ വേഗത. വിൻഡ് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇവാപ്പറേഷന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. നാലാമതായിട്ടോ മക്കളെ, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എയർ പാർട്ടിക്കിൾസിന് വാട്ടറിനെ ഹോൾഡ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എയർ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എയറിന്റെ കയ്യിൽ കുറെ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്ന വെള്ളത്തെ കൂടെ താങ്ങി നിർത്താൻ ഇവർക്ക് കഴിയില്ല. സോ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഇവാപ്പറേഷന്റെ റേറ്റ് കുറവായിരിക്കും. 4 ഫാക്ടേഴ്സും പഠിക്കണം: ടെമ്പറേച്ചർ, സർഫസ് ഏരിയ, വിൻഡ് സ്പീഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. ടെമ്പറേച്ചർ കൂടിയാൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടും. സർഫസ് ഏരിയ, വിൻഡ് സ്പീഡ് ഇതൊക്കെ കൂടിയാൽ ഇവാപ്പറേഷൻ റേറ്റും കൂടും. ബട്ട് ഹ്യൂമിഡിറ്റി കൂടിയാൽ ഇവാപ്പറേഷൻ റേറ്റ് കുറയും. സെറ്റായോ? റെഡിയായോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ? ഒരു മാറ്റർ, അതിലെ പാർട്ടിക്കിൾസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലേ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ, അല്ലെ? പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. ദർ ഇസ് സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഇനി നമുക്ക് എന്ത് പറയാം? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ, ശരിയല്ലേ? ഈ പാർട്ടിക്കിൾസ് എപ്പോഴും പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് എന്താ പറയാൻ സാധിക്കുക? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്, അല്ലെ? ഇനി ഇവര് കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ഇനി മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്കൊരു സാധനമുണ്ട്. അതെന്താണെന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, പാർട്ടിക്കിൾസിന് സ്പേസ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ഇനി വേറൊരു സാധനം കൂടി ഈ പാർട്ടിക്കിൾസിനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. മൂവ് ചെയ്യുന്നപ്പോൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഉണ്ടാവുന്ന ഒരു ആളാണ്. അപ്പൊ അതെന്താണെന്ന് താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി ഈ ചാപ്റ്ററിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. മക്കളെ, ഒരു കാര്യം കൂടെ മിസ് പറയട്ടെ, 9ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ, ബോർഡ് എക്സാം ഇല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ ഉഴപ്പാൻ പാടില്ല. നിങ്ങൾ ഉഴപ്പുന്നു എന്നല്ല, ഉഴപ്പാൻ പാടില്ല എന്നാണ്. അതായത് നിങ്ങൾ ഇനി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10th CBSE നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ സെറ്റാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫുൾ A1 എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കാതെ വരും. അപ്പൊ ഇപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങണം. നമ്മുടെ നിഞ്ച ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ എന്നോ കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും സമയം വൈകിക്കരുത് കേട്ടോ. അപ്പോൾ ഈ 4ാമത്തെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഒരു എനർജിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ്, സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.